ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഷെയർ ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്. ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വയം വിലയിരുത്താനും മറ്റുള്ളവരെ വിലയിരുത്താനും മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വിഷയം. അതെന്താണെന്നോ? പേഴ്സണാലിറ്റി. നമുക്കെല്ലാവർക്കും തന്നെ വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. അപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് വിവരിക്കുമ്പോൾ നമ്മൾ സാധാരണ അതിനുവേണ്ടി ഉപയോഗിക്കാറുള്ള മാധ്യമം എന്താണ്? അയാളുടെ വ്യക്തിത്വ സവിശേഷതകളാണ് മിക്കവാറും മറ്റേ ആളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അയാളിൽ നമ്മൾ നിരീക്ഷിക്കുന്ന വ്യക്തിത്വ സവിശേഷതകൾ, അതിനെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് പറയും. സൈക്കോളജിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലരും പേഴ്സണാലിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പേഴ്സണാലിറ്റിയെക്കുറിച്ച് പല തിയറീസും ഉണ്ട്. ഇതിൽ വളരെ നേരത്തെ ഉണ്ടായ ഒരു തിയറി 1930 ആൽപോർട്ട് കണ്ടെത്തിയ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് തിയറിയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഏകദേശം 4000-ഓളം പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇദ്ദേഹം അതിനെ 3 ലെവലായിട്ടൊക്കെ തിരിച്ച് വിശദമായി പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ആളുകളെ നോക്കുമ്പോൾ ഈ പല വിധത്തിലുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിൻ്റെ കോമ്പിനേഷനാണ് ഓരോ വ്യക്തിയും. അപ്പോൾ കോമ്പിനേഷൻസ് വളരെ വളരെ വ്യത്യസ്തമായതുകൊണ്ട് മനുഷ്യർ വ്യത്യസ്തരായിരിക്കുമെന്ന് മാത്രമല്ല, യുണീക്കായിരിക്കും. ഒരാളെപ്പോലെ വേറൊരാളെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് പലരും പേഴ്സണാലിറ്റിയെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. നമുക്കിന്ന് വലിയ സങ്കീർണതകളൊന്നും ഇല്ലാത്ത വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പേഴ്സണാലിറ്റി തിയറിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിൻ്റെ പേരാണ് ദ ബിഗ് 5 ട്രെയ്റ്റ് തിയറി. വ്യക്തിത്വ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റണം. അതിന് സ്ഥായിയായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടാകണം. ഒരു ട്രെയ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരാളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിന് ഒരു സ്ഥിരത ഉണ്ടാവണം. അതുമാത്രമല്ല ഒരു ലെവൽ ഇങ്ങനെ കീപ്പപ്പ് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, നമുക്ക് നിരീക്ഷിക്കാൻ പറ്റിയതായിരിക്കണം. ഈ 5 ബിഗ് ട്രെയ്റ്റ് തിയറിയിൽ ഏതൊക്കെ ട്രെയ്റ്റ്സ് ആണ് നമ്മൾ വിശകലനം ചെയ്യുന്നതെന്ന് നോക്കാം. അത് ഓഷൻ എന്നുള്ള ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യാൻ പറ്റും. വ്യക്തിക്ക് സ്വന്തം വ്യക്തിത്വത്തെ അനലൈസ് ചെയ്യാം, വിശകലനം ചെയ്യാം. അങ്ങനെ ഒരു പേഴ്സണൽ സോഷ്യൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കും. 5 ബിഗ് ട്രെയ്റ്റ്സ് ഇതിനകത്തുണ്ട്. അതിനൊരു ചുരുക്കപ്പേരുണ്ട്. ഓഷൻ എന്നുള്ള ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. O ഓപ്പൺനെസ്, C കോൺഷ്യൻഷ്യസ്നെസ്, E എക്സ്ട്രോവേർഷൻ, A എഗ്രിയബിൾനെസ്, N ന്യൂറോട്ടിസിസം. നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത്. ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധയോടുകൂടി കാണുകയും കേൾക്കുകയും വേണം. 5 ബിഗ് ട്രെയ്റ്റ് തിയറി ഓഷൻ, OCEAN എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ അക്ഷരമാണ് O. O എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ്. ഓരോ ട്രെയ്റ്റിനും ഒരു ഹൈ ലെവലും ലോ ലെവലും ഉണ്ട്. അതിനൊരു വൈഡ് റേഞ്ച് ഉണ്ടാവും കേട്ടോ. ആ വൈഡ് റേഞ്ചിൽ വരുന്ന ഓരോ പോയിന്റും അത് ഗ്യാപ്പില്ലാതെ അടുക്കി വെച്ചിരിക്കുന്ന പോയിന്റുകളാണ്. അപ്പൊ അതിനെ കണ്ടിന്യൂം എന്ന് പറയാ. അപ്പൊ ഒരു ഹൈ ലെവലും ലോ ലെവലും ഇങ്ങനെ തുടർച്ചയായിട്ട് അതിനിടയിൽ ഗ്യാപ്പില്ലാതെ വരുന്ന പൊസിഷൻസ് എല്ലാം കൂടി ചേർത്തിട്ട് സ്പെക്ട്രം എന്ന് പറയാം. ഓപ്പൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺനെസ് ഹൈ ലെവലിലുള്ളവര് വളരെ ക്യൂരിയോസിറ്റി ഉള്ളവരായിരിക്കും. മാറ്റങ്ങളോട് അവർ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കും. പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. ഏത് റിസ്ക്കും അവർ ഏറ്റെടുക്കും. ഈ ഓപ്പൺനെസ്സും ഗ്രോത്ത് മൈൻഡ് സെറ്റുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് കേട്ടോ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ അങ്ങനെയല്ലേ. ഈ ഓപ്പൺനെസ്സിന് ഒരു ലോ ലെവൽ ഉണ്ട്. അപ്പൊ അവരെങ്ങനെയായിരിക്കും? ഒരു തുറന്ന മനസ്ഥിതിയൊന്നും ഉണ്ടാവില്ല. അവസാനം ഗതിയില്ലാതെ വരുമ്പോഴാണ് ഈ മാറ്റങ്ങളെ കുറിച്ചൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ. അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അവര് ജീവിതത്തിൽ ശീലിച്ചത് എങ്ങനെയാണോ, അവര് ജീവിതത്തിൽ എന്താണോ ശീലിച്ചത് അതുപോലെ പോകാനാണ് അവർക്ക് താല്പര്യം. ഞാൻ എന്നെ ഈ സ്പെക്ട്രത്തിൽ എവിടെ അടയാളപ്പെടുത്തുമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ഓപ്പൺനെസ് ഹൈ ലെവലിലല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മീഡിയം ലെവലിൽ, അല്ലെങ്കിൽ കുറച്ച് എബവ് മീഡിയം ലെവൽ, അല്ലെങ്കിൽ മീഡിയം ലെവലിന് സ്വല്പം മുകളിലായിട്ടൊക്കെ അതിനെ കണക്കാക്കാൻ പറ്റും. ഞാനൊരു മാറ്റങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പതുക്കെ മാത്രമേ അതൊക്കെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ അധ്യാപന ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓപ്പൺനെസ് ഹൈ ആയിരുന്നെങ്കിൽ അധ്യാപനം കുറച്ചുകൂടി രസമായിരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സിനോടൊക്കെ ഞാൻ മുഖം തിരിച്ച് ഇരുന്ന ഒരു ചരിത്രമാണ് എനിക്കുള്ളത്. അതിനൊരു കാരണം നമ്മുടെ സീനിയർ ടീച്ചേഴ്സൊക്കെ അങ്ങനെ ഒരു രീതിയിലായിരുന്നു. ഈ പറഞ്ഞ ഓപ്പൺനെസ് വളരെ കുറവുള്ള ആളുകളായിരുന്നു. ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിന് ചില നിയമങ്ങളുണ്ട്.
ആ നിയമങ്ങളനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം, ആ ഒരു ചിന്താഗതിയുള്ളവരായിരുന്നു. അപ്പോൾ അവർ മാറി ചിന്തിക്കാനൊന്നും ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടിട്ടോ. ഓപ്പൺനെസ് വളരെ ഹൈ ലെവലിലുള്ള ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്, കുട്ടികളെ ലെറ്റേഴ്സ് പഠിപ്പിക്കുകയാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റില്. എന്ത് രസമായിട്ടാണ് ആ ടീച്ചർ പഠിപ്പിക്കുന്നതെന്നോ. ടീച്ചർ കുട്ടികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, കുട്ടികൾ അതിന് മറുപടി പറയുന്നു, ആ അക്ഷരങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ ടീച്ചർ ഇങ്ങനെ ചോദിക്കുകയാണ്, ഐ ആം എ ലെറ്റർ, ഐ ക്യാൻ ഫ്ലൈ, ഞാനൊരു അക്ഷരമാണ്, എനിക്ക് പറക്കാൻ പറ്റും. ഹു ആം ഐ, ഞാൻ ആരാണ്? ബി, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി എന്ന ലെറ്റർ. പിന്നെ വേറൊരു ചോദ്യമാണ്, ഐ ആം എ ലെറ്റർ ബട്ട് യു ക്യാൻ ഡ്രിങ്ക് മീ, അപ്പോ ഞാൻ ആരാണ്? ടി, ഐ ആം എ ലെറ്റർ, പക്ഷെ ഞാൻ മനുഷ്യ ശരീരത്തിലെ ഒരു അവയവമാണ്, ഐ. അങ്ങനെ അങ്ങനെ എന്ത് രസമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തെ വളരെ രസകരമാക്കുന്ന ഒന്നാണല്ലേ ഈ ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന്റെ ലോ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവര് കടുകിട മാറില്ല. ഞാൻ ഇത്രയും കാലം എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു വസ്ത്രധാരണത്തിൽ പോലും ഞാനൊരു ചേഞ്ച് വരുത്തില്ല. ഞാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഈ സ്പെക്ട്രത്തില് ഞാൻ എവിടെ എന്നെ അടയാളപ്പെടുത്തും എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു മീഡിയം ലെവലിന്റെ തൊട്ട് മുകളിൽ അത്രയൊക്കെ വരുള്ളൂ. കാരണം ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ പുതിയൊരു പാട്ട് വരുന്നു, അല്ലെങ്കിൽ പുതിയ സിനിമകൾ വരുന്നു, എനിക്ക് വലുതും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് പണ്ടത്തെ പാട്ട് എത്ര നല്ലതായിരുന്നു, എന്ത് ലിറിക്സ്, അല്ലെ എന്ത് രസമായിരുന്നു മ്യൂസിക്, ഇതൊക്കെ ആലോചിച്ചിരിക്കും ഞാൻ. പ്രശ്നം ഇതാണ്, എൻ്റെ ഓപ്പൺനെസ് വളരെ ലോ ലെവലിലാണ്. രണ്ടാമത്തെ അക്ഷരം സി ആണ്. അത് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ട്, കോൺഷ്യൻഷ്യസ്നെസ്. അതുകൊണ്ട് ഞാൻ ഇനി പറയുമ്പോഴൊക്കെ ബിഗ് ഫാക്ടർ സി എന്നേ പറയുള്ളൂ കേട്ടോ. ഇത് വീണ്ടും വീണ്ടും പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ, കോൺഷ്യൻഷ്യസ്നെസ് ഹൈ ലെവലിലുള്ളവര് വളരെ ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടാവും, പ്ലാനിങ് ഉണ്ടാകും, വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും. അവർ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അനുസരിക്കും. എന്തൊക്കെ ചുറ്റും സംഭവിച്ചാലും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ ചിലരൊക്കെ എന്റെ മനസ്സിലേക്ക് വരും. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. കോളേജില് സെമസ്റ്റർ ബ്രേക്ക് ഒക്കെ ആവില്ലേ, കുട്ടി വീട്ടിലേക്ക് വരില്ല, അവിടെ നിൽക്കും. കാരണം ലൈബ്രറി, എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കഷൻ നടത്തണം. അപ്പൊ ദൂരെ പഠിക്കുന്ന കുട്ടി ഇതൊക്കെ പറഞ്ഞ് വരില്ല. അപ്പൊ ഒരിക്കൽ അവരുടെ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ, അപ്പൊ അതിൽ പങ്കെടുക്കാൻ എല്ലാവരും എത്തി, പക്ഷെ കുട്ടി വന്നില്ല. അതേസമയം ഇത് ലോ ലെവലിലുള്ളവരെങ്ങനെ ഇരിക്കും? അവര് വളരെ കെയർലെസ് ആയിരിക്കും, അവര് സിസ്റ്റമാറ്റിക് ഒന്നും ആവില്ല, അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ല. ഈ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അനിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും അവര്. അപ്പൊ ഞാൻ എന്നെ ഈ സ്പെക്ട്രത്തിലൊന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാനൊരു ഹൈ ലെവലിലാണ് കേട്ടോ. ഇതിൽ ഹൈ ലെവലിലുള്ള ആളുകളെ ഉത്തരവാദിപ്പെട്ട ഏത് ജോലിയും നമുക്ക് ഏൽപ്പിക്കാം. കാരണം അവർ ചെയ്തിരിക്കുമെന്ന് 100% ഉറപ്പാണ്. അവര് സെൽഫ് ഡിസിപ്ലിനാണ്. ഒരു ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ അതിലെത്താതെ അവർ സമ്മതിക്കില്ല. ഇത് ലോ ലെവലിലുള്ള ആളുകൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? അവര് വളരെ കെയർലെസ് ആയിരിക്കും, കൃത്യമായിട്ട് പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ലാത്ത ആളുകള്. അപ്പൊ ജീവിതത്തിൽ പലപ്പോഴും ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ല. ലക്ഷ്യങ്ങൾ ഉണ്ടായി തന്നെ അവർ നേടില്ല, ആ ലക്ഷ്യങ്ങളിലേക്ക് അവരെത്തില്ല. ഈ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാവേർഷൻ. എക്സ്ട്രാവേർഷൻ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. എക്സ്ട്രാവേർഷൻ ഹൈ ലെവലിലുള്ള ആളുകൾ ഹൈലി സോഷ്യബിൾ ആയിരിക്കും. അവർ ആളുകളിൽ നിന്ന് എനർജി ആവാഹിച്ചെടുക്കുന്നവരാണ്. ആൾക്കൂട്ടങ്ങൾ അവർക്ക് വളരെ ഇഷ്ടമാണ്. ആൾക്കൂട്ടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് അവിടെ ശ്രദ്ധാകേന്ദ്രമാകും, എല്ലാവരുമായിട്ട് ഇടപഴകും. ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ എക്സ്ട്രാവേർഷൻ ഹൈ ലെവലിലുള്ള ആളുകൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് സംസാരിക്കും. ഇതിന്റെ ലോ ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർഷൻ ആണ്. ലോ ലെവലിലുള്ളവര് ജനക്കൂട്ടങ്ങളെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് സോഷ്യബിൾ ആകുക എന്നുള്ളത് അവരുടെ അജണ്ടയിലില്ല. അത് അവർക്ക് സന്തോഷം കൊടുക്കുന്നില്ല. ആളുകളുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും, തനിച്ചിരിക്കാനായിരിക്കും ഇഷ്ടം. എക്സ്ട്രാവേർഷനിൽ ഞാൻ വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന ആളാണ്. എനിക്കെപ്പോഴും ആളുകളുടെ കൂടെ ആയിരിക്കാൻ വളരെ ഇഷ്ടമാണ്. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ മുന്നിൽ ആരുമില്ല. ഞാൻ അവരിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുന്ന ഒരാളായതുകൊണ്ട് അതൊരു വല്ലാത്ത മിസ്സിംഗ് ആണ്. പക്ഷെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലേ, എക്സ്ട്രാവേർഷൻ ഹൈ ലെവലിലാകുന്നതാണ് നല്ലത്, ലോ ലെവൽ അത്ര നല്ലതല്ല. പക്ഷേ ലോകം കണ്ടിട്ടുള്ള മികച്ച എഴുത്തുകാര് അല്ലെങ്കിൽ ഗവേഷകര്, ഇവരിൽ പലരും എക്സ്ട്രാവേർഷൻ ലോ ലെവലിലുള്ള ആളുകളായിരുന്നു. കാരണം അവരുടെ എക്സ്ട്രാവേർഷൻ ഹൈ ലെവലിലായിരുന്നെങ്കിൽ ഇതുപോലെ മികച്ച കണ്ടുപിടുത്തങ്ങളോ രചനകളോ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. നമ്മുടെ ലെവൽ അനുസരിച്ച് നമ്മൾ കരിയർ ചൂസ് ചെയ്യണമെങ്കിൽ
അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. എക്സ്ട്രാവേർഷൻ വളരെ ലോ ലെവലായിട്ടുള്ള ഒരാള് ഒരു ടീച്ചിങ് പ്രൊഫഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അയാൾക്ക് വലിയ പ്രശ്നമായിരിക്കും. കാരണം ഓരോ പ്രാവശ്യവും ക്ലാസ്സിൽ പോകുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയായിരിക്കും. അതേസമയം ഇവർ വല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ ഗവേഷകരോ ആണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആകുകയും ചെയ്യും. അടുത്ത അക്ഷരം എ എന്ന് പറഞ്ഞാൽ എഗ്രിയബിൾനെസ്. ഈ ബിഗ് ട്രീറ്റ് ഹൈ ലെവലിലുള്ളവർക്ക് മറ്റുള്ളവരിൽ ഒരുപാട് ട്രസ്റ്റ് ഉണ്ടാകും, അവർക്ക് എമ്പതി ഉണ്ടാവും, മറ്റുള്ളവരോട് വളരെ സഹാനുഭൂതിയോടുകൂടി പെരുമാറും, വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും, ആരോട് തർക്കത്തിനും ബഹളത്തിനൊന്നും പോവില്ല. അപ്പൊ വേണമെന്ന് പറയുന്ന ആളുകളുടെ കൂടെ അവർ ചേരും വേണം എന്നും പറഞ്ഞ്, വേണ്ടാന്ന് പറയുന്ന ആളുകളുടെ കൂടെയും അവർ ചേരും വേണ്ട എന്ന് പറഞ്ഞ്, സംശയമുള്ള കേസിൽ വേണ്ടണം എന്ന് വരെ പറയുന്നവരാണ്. ഇവർക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ, അവരെല്ലാവരുടെയും ഗുഡ് ബുക്സിലായിരിക്കും. ഇവർക്ക് ഗള്ളിബിൾ എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റി ട്രീറ്റ് ഉണ്ട്, അത് അങ്ങേയറ്റം അനുയോജ്യമായിരിക്കും. ഗള്ളിബിൾ എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പ്രകൃതം. ഇത് ലോ ലെവലിലാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരെ വലിയ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. ഏത് കാര്യവും നിരീക്ഷിച്ച് വളരെ ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ച് അനലൈസ് ചെയ്തേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ ഈ അഗ്രിയബിൾനെസ്സിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ മീഡിയം ലെവലിന്റെ താഴെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ അങ്ങോട്ട് എല്ലാത്തിനും സഹകരിക്കുന്ന ആളൊന്നുമല്ല. നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരുടെ കൂടെയൊക്കെ കൂടാറുണ്ട്. അതുപോലെ ഞാൻ ഷ്രൂഡാണെന്ന് പറയും, ഞാൻ ഗള്ളിബിൾ അല്ല. ആരെന്ത് പറയണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലേ അല്ല. ഞാൻ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ആളാണ്. പലതും ഞാൻ നിരീക്ഷിച്ച് എന്റെ നിഗമനങ്ങളിൽ എത്താറുണ്ട്. അവസാനത്തെ ബിഗ് ട്രേറ്റ് ന്യൂറോട്ടിസിസം. ന്യൂറോട്ടിസിസം ഹൈ ലെവലിലായിട്ടുള്ള ആളുകൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അവർക്കൊരു ഇമോഷണൽ കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. ആങ്സൈറ്റി, വറി ഇതെല്ലാം വളരെ കൂടുതലുള്ള ആളുകളായിരിക്കും. അപ്പൊ നമുക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ അവർ തളർന്നു പോകും, അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റിയെന്നിരിക്കില്ല. എന്നാൽ ന്യൂറോട്ടിസിസം ലോ ലെവലിലുള്ള ആളുകൾ വളരെ കാമായിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. എന്ത് സംഭവിച്ചാലും അവരെ പെട്ടെന്നൊന്നും എഫക്റ്റ് ചെയ്യില്ല. അവർ റെസിലിയന്റ് ആയിരിക്കും. പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവും. ഞാൻ ഇതിൽ വളരെ ലോ ലെവലിലുള്ള ഒരാളാണ്. അപ്പൊ ബിഗ് 5 ട്രേറ്റ് തിയറി എന്താണെന്ന് പിടികിട്ടിയില്ലേ? ഈ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് നമ്മളെക്കുറിച്ച് ഏകദേശം ഒരു പിടി കിട്ടും അല്ലേ? നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നു, നമ്മുടെ മനസ്സിൽ തന്നെ ചില ചിന്തകൾ വരും, ഇത് ശരിയല്ല, ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ ആകേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മാറാൻ സ്കോപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് മാറാൻ സാധിക്കും. അതില് ഈ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് നമ്മുടെ ജീനുകൾ, ഹെറിഡിറ്ററി, പിന്നെ എൻവയോൺമെന്റ്. സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നാൽ ഈ ട്രേറ്റിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും മാറ്റം വളരെ പെയിൻഫുൾ ആയിരിക്കും. പക്ഷെ നമ്മുടെ തീവ്രമായ ആഗ്രഹവും ശ്രമവും ഈ വേദനയെ ഇല്ലാതാക്കും. അപ്പൊ ഈ തിയറി വെച്ചിട്ട് സ്വയം ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരെയും ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലല്ലെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യും. അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.